പരനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, പരനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഉരുകി ഇന്നടിയാർ നിന്നോടു യോജിച്ചിടുവാൻ, ഉരുകിയും നടിയാർ നിന്നോടു യോജിച്ചിടുവാൻ, തരിക നിന്നാത്മാവേ പുതുമാരി പോലെ, തരിക നിന്നാത്മാവേ പുതുമാരി പോലെ. ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ, ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ. തുണ നീ എന്നിയെ വേറിൽ ലറിഞ്ഞു നൽകണമേ, തുണ നീ എന്നിയെ വേറിൽ ലറിഞ്ഞു നൽകണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാത്രികാലം സുഖകരമായി ഉറങ്ങി ഉണരുവാനും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിപ്പാനും സ്വർഗം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പിതാവേ, നന്ദി നന്ദി. ഓഗസ്റ്റ് മാസത്തിൻ്റെ 2ാമത്തെ ദിവസക്കായി സ്തോത്രം 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 കർത്താവേ. ആരോഗ്യത്തിലും സുബോധത്തിലും ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചേർന്നിരിപ്പാൻ സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളുമുണ്ടപ്പാ. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ സമർപ്പിക്കട്ടെ അപ്പാ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ശരീരാത്മദേഹികളെയൊക്കെ ബലപ്പെടുത്തി ക്ഷീണങ്ങളെ ഭാരങ്ങളൊക്കെ മാറ്റി സമാധാനത്തോടെ സൂക്ഷിക്കണമേ കർത്താവേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ കർത്താവേ, കുഞ്ഞുങ്ങളെ അവിടുന്ന് കൺമണി പോലെ സൂക്ഷിക്കണം. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് വിടുവിക്കുമാറാകണം. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ സമ്മതിക്കരുതേ. അപ്പോൾ അപ്പൻ്റെ സ്നേഹത്തിൽ കൃപയിൽ അവർ വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്ന കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കൾ കർത്താവേ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളപ്പാ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ കർത്താവേ. അപ്പം ഈ സമയം ഹാലയിലെ OITക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കർത്താവേ, നീറ്റിൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കൾ കർത്താവേ. അങ്ങനെ കർത്താവെ പഠിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവെ. LTSൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ടപ്പാ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓർമ്മശക്തിയും ബുദ്ധിയും അപ്പൻ്റെ പക്കല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയാചരിക്കുന്നവർക്ക് നല്ല ബുദ്ധി ഉള്ളവർക്ക് വചനമാപ്പാ. എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അവരുടെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാക്കുമാറാകണം. എൻ്റെ കർത്താവിനെ ഹല്ലേലൂയ കർത്താവെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം കൊടുത്ത് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, വീണ്ടും പരീക്ഷ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ജ്ഞാനവും കൊടുത്ത് നന്നായി പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകാനും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവിടുന്ന് എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മുടക്കങ്ങളൊക്കെ കർത്താപ്പച്ചൻ മാറ്റിക്കൊള്ളുമാറാകണം. എല്ലാം ചന്തമായി ഉചിതമായ അപ്പച്ചൻ ക്രമീകരിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലും കൃപയിലും അവരെ സൂക്ഷിച്ചു കൊള്ളുമാറാകണം. പ്രത്യേകിച്ച് കർത്താവെ, ബന്ധപ്പാടുകളുടെ നടുവിൽ കൂടിയൊക്കെ ജോലി ചെയ്യുന്ന പ്രിയ മക്കളുണ്ട്. പല പ്രയാസങ്ങളുടെ നടുവിൽ കൂടി ജോലി ചെയ്യുന്ന മക്കളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളിൽ ഉള്ളിലൊതുക്കി ജോലി ചെയ്യുന്ന മക്കളുണ്ട്. കർത്താവെ, അവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, അവിടുന്ന് സഹായിക്കണമേ, വിടുവിക്കുമാറാകണമേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെതിർപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയും കൊടുക്കണമേ. യാതൊരു കൈപ്പിഴയും കൂടാതെ എല്ലാം ചെയ്യാൻ സ്വർഗം സഹായിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. എല്ലാ ജോലി കാര്യങ്ങളിലും കൂടെ ഇരിക്കണേപ്പാ. സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളുണ്ടപ്പാ. ഇതിൽ കർത്താവെ, നാടും വീടും വിട്ട്
മാതാപിതാക്കളെ വിട്ട് അന്യദേശങ്ങളിലായിരിക്കുന്ന മക്കളുണ്ടപ്പാ, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുതിക്കൊള്ളുമാറാകണം. ദൈവമായ കർത്താവ്, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം അപ്പാ. തക്ക തുണയെ സ്വർഗം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആണ്ട് തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ തക്കണം എല്ലാ കാര്യങ്ങളെയും കർത്താപ്പച്ചൻ ക്രമീകരിച്ചാട്ട് കർത്താവേ സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചല്ല കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഞെടിലിടുന്നവർക്ക് സ്തോത്രം ചെയ്യുക. സന്തോഷത്തിൻ്റെ വർത്തമാനം പങ്കുവയ്ക്കാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. മാസന്തിയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവേ. അപ്പോൾ ആരോടും പറയാൻ മേലാത്ത സങ്കടമാപ്പാ. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ കൈനീട്ടുവാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗം വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ. മനുഷ്യരാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമാ. സ്വർഗമിറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അങ്ങയുടെ മുഖം നോക്കുന്നവരാരും ലജ്ജിച്ചുവാൻ ഒരു നാൾ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. സ്തോത്രം സ്തോത്രം കർത്താവേ. അടിയങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മറുപടിയുമായി ഇറങ്ങണമേ കർത്താവേ. നല്ലവനായ കർത്താവേ സ്തോത്രം സ്തോത്രം. അങ്ങ് ചെയ്യാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കടഭാരത്തിൻ്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും സ്വർഗം തീർത്തു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. സകല വിഷയത്തിന്മേലും സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കണമേ ദൈവമായ കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടപ്പാ. നീ ഓരോ മക്കളെയും അറിയുന്ന ദൈവമാണല്ലോ. തൻ്റെ മക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പാ. അവർക്ക് വേണ്ടുന്നത് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കിക്കാട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളണമേ, സഹായിച്ചു കൊള്ളണമേ. എല്ലാ നന്മയിലും ദിനംതോറും നടത്തണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, പുതുവയൽസിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തവരും സൂക്ഷിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, കുടുംബസമാധാനമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ, അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിച്ചു തരിക. അപ്പാ, കുഞ്ഞുങ്ങളൊന്നും ചിഹ്നഭിന്നമായി പാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം ദൈവം മുഖാന്തരം ഒരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. താഴ്മയോടെ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടൊക്കെ ജീവിപ്പാൻ തക്കണം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുക. അനേക ജീവിതങ്ങളെ ദിനംതോറും ക്ലേശമായ രീതിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയപ്പാ. മനസ്സാന്തരത്തിൻ്റെ അനുഭവത്തിൽ ഓരോ മക്കളെയും ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മനസ്സലിയണേ അപ്പാ. അങ്ങയ്ക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോപ്പാ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവിന്മേൽ അറിയപ്പെടുന്ന മക്കളായി തീരുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ട് തരട്ടപ്പാ. എൻ്റെ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ള മക്കൾ, എൻ്റെ കർത്താവേ സ്തോത്രം, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, ത്വക്ക് രോഗമുള്ളവർ, എൻ്റെ കർത്താവെ അലർജിയുടെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ള മക്കൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള മക്കൾ കർത്താവേ, കണ്ണിന് കാഴ്ചയും കേൾവിയും ഇല്ലാത്ത മക്കൾ, വല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന ഒരു കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഹല്ലേലൂയ അപ്പാ. അങ്ങനെ എല്ലാ വിഷയവും കർത്താവിൻ്റെ കരങ്ങളിലോട്ട് തരിക ദൈവമേ. തളർവാദ രോഗികളുണ്ട് കർത്താവേ, കിടക്കയിൽ എഴുന്നേൽക്കാൻ വയ്യാത്തവരുണ്ട്, കൈകാൾക്ക് ചലനമില്ലാത്തവരുണ്ട് അപ്പാ. നാളുകളായി കിടക്കയിലും വീൽ ചെയറിലുമായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അവരോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, മനസ്സലിയണമേ കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി കൊഴിയുന്ന ജീവിതങ്ങൾ കർത്താവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. എവിടെയായിരുന്നാലും തമ്പുരാൻ്റെ പൊന്നുകരത്തിനുള്ളിൽ ഓരോ മക്കളെ അവിടുന്ന് സമാധാനത്തോടെ സൂക്ഷിച്ച് ഹാലിനെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ, അപ്പോൾ ആശുപത്രിയിലും ഭവനങ്ങളിലുമായി വിശ്രമിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയപ്പാ. ആ സൗഖ്യത്തിൻ്റെ കാര്യമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ രോഗികൾക്കും നല്ല വചനായി എൻ്റെ അപ്പച്ചൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമല്ലോ. ആ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആ കാൽവരി ക്രൂശിലെ രക്തമരുന്നുള്ളിൽ കുത്തിവയ്ക്കണമേ.
എല്ലാ മക്കളുടെയും സകല വേദനകൾക്കും അറുതി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരത്തിൽ നീർക്കെട്ട് മതിവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. അപ്പം മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവെ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവെ. യൂട്രസ് സംബന്ധമായ പ്രശ്നമുള്ളവരുണ്ട് കർത്താവെ. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഉള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന്, ഉള്ളതുപോലെ അറിയാവുന്ന കർത്താവ് അവിടുന്ന്. സ്തോത്രം. ഡോക്ടർമാരിൽ നല്ല ഡോക്ടർ എൻ്റെ അപ്പന തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിലും ഉരുൾപൊട്ടലിൻ്റെ കെടുതിയിലും വയനാട്ടിൻ്റെ പ്രദേശമൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടൊരു മണ്ണിനടിയിലുണ്ട്. അനേക സകലതും കളഞ്ഞ് കർത്താവേ ഇറങ്ങിത്തിരിച്ചവരുണ്ട്. അപ്പോൾ സകലതും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ജീവിക്കുന്ന തൻ്റെ മക്കളുടെ നടുവിൽ കർത്താപ്പച്ചൻ കടന്നു ചെല്ലുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യവും ഉറപ്പും അപ്പച്ചൻ കൊടുക്കണമേ. എൻ്റെ കർത്താവിൻ്റെ വലിയ പ്രത്യാശയും സ്നേഹവും അവരിലൊന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തിലും കൃപയിലും അവരെ ബലത്തോടെ നടത്തിക്കൊള്ളണേപ്പാ. എല്ലാം വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിച്ചാട്ട് കർത്താവേ നിൻ്റെ പൊന്നുകരമോടെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക കുഞ്ഞുങ്ങൾ ഹാലലി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. അനേക സഹോദരിമാർക്ക് മാതാപിതാക്കൾ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവരുണ്ടപ്പാ. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. അനേക മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥാ. ആശ്വാസത്തിൻ്റെ കരമൊന്ന് നീട്ടുമാറാകണം, ബലപ്പെടുത്തുമാറാകണം, ഉറപ്പും ധൈര്യം കൊടുക്കുമാറാകണം. എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവരെ വീണ്ടെടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെറുതും വലുതുമായ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോ മക്കളെയും സ്വർഗം ബലപ്പെടുത്തി സഹായിക്കണമേ. സൗഖ്യത്തോടെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ. അവരുടെ കാലിലൊരു മുള്ളു പോലും കൊള്ളാൻ സമ്മതിക്കാതെ വേണം സ്വർഗം അവരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ആവശ്യവും അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമ, മറുപടി അയക്കുന്ന ദൈവമ, എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ എല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യരായിരിക്കുന്ന മാതാപിതാക്കളെ, ഞങ്ങളുടെ അനാഥര വിധവകളെ അപ്പാ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. സ്വർഗം പരിപാലിക്കണമേ. അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ അരുതാത്തതിൽ അകപ്പെട്ടുവാൻ ഇടയാകാതോണം ദൈവഭയത്തിലും ഭക്തിയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിപ്പാൻ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ വിഷയത്തിന്മേലും മറുപടി നൽകി മാനിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.